ഇന്ന് നമുക്കിത് നല്ലൊരു അടിപൊളി റൈസ് റെസിപ്പിയാണ് കേട്ടോ. ബിരിയാണിയേക്കാളിലും ഒക്കെ എനിക്ക് ആവശ്യക്കാരേറെയുള്ള ഒരു ചിക്കൻ മധുഹൂത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലതാണെന്ന് അഭിപ്രായം കിട്ടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ചൂടായി സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ, സ്റ്റാർ അനീസ്, ഒരു ബേ ലീഫ് ഇട്ട് കൊടുത്ത് സവാള ചെറുതായത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യമായിട്ടുള്ളത് ചിക്കൻ ക്യൂബാണ്. അതിൽ 2 എണ്ണം തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എടുക്കുന്ന ഒരു 2 സ്പൂണോളം അറബിക് മസാലയാണ്. അറബിക് മസാലയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു വലിയ തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ആവശ്യത്തിനുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അരിയുടെ അളവിൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ. ഇനി ചിക്കൻ ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം വെക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ടൊന്ന് കുറുകി വരും. ഈ സമയം നമ്മൾ 1 കപ്പ് അരിക്ക് ഇപ്പോൾ ഇവിടെ ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ അരിയൊന്നും നേരത്തെ കുതിർത്ത് വെക്കുന്നില്ല, അതുകൊണ്ടാണ് അത്ര എടുക്കുന്നത്. പിന്നെ ചിക്കനും കൂടെ ഫുള്ളായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പം 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ഉപ്പുള്ളതുകൊണ്ട് ഞാനിവിടെ ഒട്ടും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്ക് ഇത് കണ്ടോ, ഇതാണ് ഞാൻ അരി എടുത്തിട്ടുള്ള നല്ല നീളമുള്ള ബസ്മതി റൈസാണ് കേട്ടോ. ഇത് ഞാൻ കുതിർത്തൊന്നും വെക്കുന്നില്ല. ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതിയാവും. നമ്മളിതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ചിക്കനും കൂടെ ഇട്ടിട്ട് വേണം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ 1 കപ്പ് അരിയും കൂടെ കഴുകി അപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കുതിരാനൊന്നും വെച്ചിട്ടില്ല. ഇനി ഇത് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അടിക്ക് പിടിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കുണ്ടോ ഇതുപോലെ വെള്ളമൊക്കെ വെറ്റി നല്ല പെർഫെക്റ്റായിട്ട് ചിക്കനൊന്നും പൊടിയാതെ തന്നെ നമുക്ക് കിട്ടും. ആ സമയത്തേക്ക് ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി എടുക്കാൻ നിൽക്കാതെ ഒരു ചെറിയൊരു വെള്ളമയം ഉള്ളപ്പോൾ തന്നെ ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞെങ്കിലേ നമ്മൾ സേവ് ചെയ്യാൻ എടുക്കാവൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് അരിയൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും.